ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന, അതായത് റോഡ് സൈഡിലുള്ള തട്ടുകട ഉണ്ടാവില്ലേ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എങ്ങനെ ഇത് ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബജിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബജിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കടലപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയത് തന്നെ എടുക്കുക, പഴകിയതൊന്നും എടുക്കരുത്. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറായിരിക്കും നമ്മുടെ മുട്ട ബജിക്ക് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ എരിവിനനുസരിച്ച് 1/4 ടീസ്പൂണോളം സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായമാണ്. കായപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കായം വെള്ളത്തിൽ കലർത്തിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. നമുക്ക് ബജിയുടെ മാവൊക്കെ അറിയാലോ, അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇരിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കണ മാവിനനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് വേറെ ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രം മതി നമുക്ക് ബജി മാവ് തയ്യാറാക്കാൻ. കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചാൽ ലൂസായി പോവും, പിന്നെ നമ്മൾ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബജിയുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ എനിക്ക് ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് കടലപ്പൊടിക്ക് ഞാൻ അത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഉണ്ട്, ഇതിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ബജി തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു 4 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. മുട്ട പുഴുങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് വേവാവരുത്. കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിരിക്കും. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കൂടുതലായിട്ട് ടൈം എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു സൈഡ് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 2 വശം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത്ര മതി, എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അത് വെന്ത് വരുമ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കളർ വേണമെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. മുട്ട ബജി തയ്യാറാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.